സാർക്ക് അന്ന് അവനെ പറ്റി ഒരു ഇതെടുക്കാൻ ചിലപ്പോൾ എന്താ ഇപ്പം മൂന്നെണ്ണം പോയില്ലേ, ഇനിയിപ്പോൾ അവർ പുഴുങ്ങി തിന്നിട്ടുണ്ടായിട്ട് മനസ്സിലായ. 3 പ്രാവശ്യം കേട്ടോ പരാതി കൊടുത്ത, 3 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം പരാതി കൊടുത്തു. ഇനി പോലീസുകാർക്ക് അറിയാൻ വരാണെങ്കിൽ വരാൻ ചോദിക്കുക. ഈ ഋതു നേരത്തെ ഇതുപോലെ പ്രശ്നക്കാരനാണോ? ഈ മനുഷ്യൻ പ്രശ്നക്കാരനാണ്. എൻ്റെ വൈഫിൻ്റെ ഒരു വൈഫ് എൻ്റെ വൈഫും ഇവൻ്റെ അമ്മയും തമ്മിൽ നല്ല ടേംസിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവനെ ആരും പറയില്ല. ഇവിടെ ഈ കൂടിയിരിക്കുന്ന ഒരൊറ്റ ആൾ പോലും ഇവൻ മാന്യനാണെന്ന് എന്ന് പറയുള്ളൂ. നല്ലവനാണെന്ന് പറയും പേടിച്ചിട്ടാണ്. ഞാൻ പറയും, ഞാൻ ചങ്കൂറ്റത്തോട് ഇപ്പോഴും പറയണ് ഇവൻ കൊള്ളാത്തവനാണെന്ന് പറയുള്ളൂ. ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് ഒരുപാട് കഞ്ചാവും ഈ ലഹരി വസ്തുക്കളും വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ബഹുമാനപ്പെട്ട ചാനലുകാരോട് ഞാനൊരു വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ പറയണ്, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇയാൾ നേരത്തെ ഈ പരിസരത്തെ വീടുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയക്കാരനാണ്, എല്ലാം പ്രശ്നക്കാരനവൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. നേരത്തെ എന്നല്ല, ഇത് പുറത്തൊക്കെ ഉണ്ട്. ഇവൻ ചെറുപ്പം മുതൽ തന്നെ അക്രമകാരിയാണ്. ഇവനെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കയ്യും കാലും വെട്ടിക്കൊള്ളണമെന്നാണ് ഞാൻ പറയുള്ളൂ. ഇയാൾക്ക് ഈ വേണുവിൻ്റെ വീടുമായി ഉണ്ടായ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? എൻ്റെ ധാരണ ഈ ഇവർ നൈബേഴ്സാണല്ലോ. ഈ നൈബേഴ്സായപ്പോൾ അതിർത്തി തർക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. എൻ്റെ വൈഫും ഈ ചേച്ചിയായിട്ട് നല്ല ടൈംസിലാണ്, ഞങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഇപ്പോൾ ആകെ അപ്സെറ്റായിരിക്കുകയാണ്. ചേട്ടാ, ഇതിപ്പോൾ 4 പേരെ വീട്ടിൽ കയറി വെട്ടുക എന്ന് പറയുമ്പോൾ വളരെ ഭീകരമായ സംഭവമാണ്. 3 പേര് മരിച്ചിരിക്കുന്നു. ഇത് ഇയാൾ നേരത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന് ആകെ പ്രശ്നക്കാരനാണ്. അവന് ഇവിടെ തന്നെയല്ല, മൊത്തം പ്രശ്നക്കാരാണ്. നാട് മുഴുവനും പ്രശ്നമുള്ള ആളാണ്. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. നമ്മളൊക്കെ വളരെ ചെറിയ ഏക്കനാണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലം ഇത്രയൊക്കെ വയസ്സായ ആൾക്കാരാണ്. പക്ഷേ ഇതിങ്ങനെ തുടർക്കഥയായിട്ട് നടന്നത്. പക്ഷേ വെട്ടിക്കൊല എന്നാണ് നമ്മുടെ അനുഭവത്തിൽ. ഈ ചന്ദനം പഞ്ചായത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് നമ്മുടെ ഇതിൽ കാണുന്നത്. നാട്ടുകാരുമായി ഒന്നും നല്ല ബന്ധമുള്ള ആളല്ല ഇയാൾ. ഒരു നാട്ടുകാരുമായിട്ടും ബന്ധമില്ല. ഒരു നാട്ടുകാരായിട്ടും ആരും ബന്ധമില്ല. ഇവനൊക്കെ കാണാൻ തല്ലണം പിടിക്കാൻ അങ്ങനത്തെ ഒരു മോശം കേസും ഒക്കെ ഉള്ള ഒരാളാണ്. നിങ്ങൾ എന്തെങ്കിലും നേരത്തെ ഇയാൾക്കെതിരെ പരാതി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്കങ്ങനെ അവസ്ഥയൊന്നും വന്നിട്ടില്ല. നമ്മൾ അപ്പുറത്തെ കുറേ വീടിനപ്പുറത്ത് താമസിക്കുന്നതല്ലേ. പക്ഷേ ഇവിടെ ഇവരൊക്കെ പരാതി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ വീട്ടുകാരൻ പരാതി കൊടുത്തതാണ് ഈ വീട്ടുകാരൻ പേര്. അപ്പോൾ ഈ പരിസരത്ത് ആർക്കും ഇതിനത്ര ഇഷ്ടമുള്ള ഒരാളല്ല. ഇവരുമായിട്ട് ഈ മരിച്ച കുടുംബമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം? പഞ്ചപാവങ്ങളാണ്. ഒന്നിനും ഒരു ഇതില്ലാത്ത ഇവരൊക്കെ കുഴപ്പമില്ലാത്ത മരിച്ചങ്ങൾ ക്രിക്കറ്റ് കുത്താൻ വേണ്ടാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഐറ്റങ്ങളാണെങ്കിൽ പാവത്തിനാണ്ട് ഇത്ര കുഞ്ഞു കൊച്ചങ്ങളുണ്ട്. ഐറ്റങ്ങൾക്ക് തന്തയും തള്ളിയിലുണ്ടായി. ഈ സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സ്ഥലത്തുണ്ടോ, പരിസരത്തുണ്ടോ? ആരുമില്ല. സോറി, ഞാൻ ഡോക്ടർ അരുണിനെ വിളിച്ചിരുന്നു. പക്ഷേ അരുൺ മിസ്സായിരുന്നു. ഞാൻ ഡോക്ടർ അരുണിനെ വിളിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങളാണ് കറക്റ്റായിട്ട് ഈ ഇത്രയും വിഷയങ്ങൾ ചെയ്യണത്. നിങ്ങൾ എന്തെങ്കിലും ഈ രീതിയിൽ ഇയാളുടെ ഇടപെടൽ നിങ്ങളുടെ നേരിട്ടിട്ടുണ്ടോ? ഞങ്ങൾ അവനോട് പരാതി കൊടുത്ത് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ അവനെ ഹാജരാക്കിയാണ്. പോലീസ് വിളിച്ച് ഞങ്ങൾ പോയി ചെന്നതാണ് കൂടെ. അതെന്തായിരുന്നു സംഭവം? എന്തായിരുന്നു കേസ്? ഞങ്ങളുടെ വീട്ടിൽ കല്ലെറിയുക. ഒരു പ്രാവശ്യം എൻ്റെ മോനെ കയ്യിൽ നിന്ന് മോനെ അടിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ കൊണ്ട് വന്ന് ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ പോയി പരാതി കൊടുത്താ. അവൻ്റെ പേർക്ക് കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിർത്തി തർക്കം എന്നുള്ള സംഭവം. അവർ നന്നായിട്ട് ജീവിക്കണം, അവന് സഹിക്കില്ല. അതാണ് അവൻ വിഷയം. അവർ സ്നേഹമായിട്ട് ഇപ്പോൾ അവൻ ഗൾഫിൽ പോയി കാശുണ്ടാക്കി ഗൾഫ് എന്ന് ഒരു സാധനം അവർ ഗേറ്റ് ചവിട്ടി വിളിച്ച് ഇവർ പകൽ മൊത്തം ഉറങ്ങി, രാത്രി പിന്നെ ഉറക്കമില്ല. രാത്രി എല്ലാ വീടുകളിലും വീടിൻ്റെ മുകളിൽ പോയി താമസിക്കുക. ഇതൊക്കെയാണ് അവൻ്റെ അക്രമങ്ങൾ. കൊല്ലപ്പെട്ട വേണുവിൻ്റെ വീടിൻ്റെ ഗേറ്റ് മുമ്പ് ചവിട്ടി പൊളിച്ചു. ചവിട്ടി പൊളിച്ച ഒരു കുറച്ച് ഭാഗം അങ്ങനെ ചവിട്ടിയാൻ പൊളിച്ച്. എന്നിട്ട് അവൻ അതന്നെ അവന് ഇങ്ങനെ പിറ്റേ മാപ്പാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ഇവർ കേസ് കൊടുത്തപ്പോൾ ഇവൻ്റെ പേര് വെച്ചിട്ടുണ്ടായില്ല. ഗേറ്റ് വിളിച്ച് പോയിട്ടുണ്ടോ? ഞാനാണ് വെളിപ്പെടുത്തി അവിടെ ചെന്ന് പറഞ്ഞത്. എനിക്ക് പരാതി തന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇന്ന അവനാ ചെയ്തത്, ഇവനാണ് ആ ഗേറ്റും ചട്ടി പൊളിച്ച്. ഞങ്ങൾക്ക് യാതൊരു അവനോട് ഒരു ഇതില്ലെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ പറ്റാണ്ടായിട്ട്. ഈ ഋതുവിനെതിരെ നേരത്തെ നിങ്ങൾ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഡിസംബറിന് മുന്നേ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചാൽ അത് ലാസ്റ്റ്, ഇപ്പോൾ ഈ സംഭവം ലാസ്റ്റ് ദിവസമായിരുന്നു. എൻ്റെ പെണ്ണിനെ കൊച്ചിനെ തോളികളും കൊച്ചിനെ ഇതൊക്കെ കൊച്ചു നോക്കിയാൽ 6 വയസ്സായിട്ടുള്ളൂട്ടാ. ഈ കൊച്ചിനെ വരെ അവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള പരാതിയായിരുന്നു. അവൻ്റെ ഭീഷണിയായിരുന്നു. ഗേറ്റ് തല്ലി പൊളിക്കൽ പരിപാടി. എന്നുവെച്ചാൽ അവിടുത്തെ ചേട്ടൻ ഗൾഫിലായിരുന്നു, ഞാനും ഗൾഫിലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ വന്ന് ലീവിന് വന്ന ശേഷം ഞാൻ നാഷണൽ ലോറിയും ആയിട്ട് നടക്കായിരുന്നു. അങ്ങനെ ഇവിടെ ഈ രണ്ട് വീട്ടിലും ഇവൻ്റെ അതിക്രമമായിരുന്നു. ലാസ്റ്റ് സഹി കേട്ടിട്ട് ഇപ്പോൾ ഈ ഡിസംബറിന് മുന്നേ
ഈ പുതിയ മാസത്തിന് മുന്നായിട്ട് പരാതി സ്റ്റേഷനിൽ കൊടുത്തു, വിളിപ്പിച്ച് 2 നേരം വിളിപ്പിച്ചു. അപ്പോൾ ഇവൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഇവന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവന് സുഖമില്ലാത്തതെന്ന് പറഞ്ഞു. ഈ സുഖമില്ലാത്തവർ എന്ത് ചെയ്യുക? ഇങ്ങനെ അതിക്രമം ആൾക്കാരെ എന്ത് ചെയ്യുക? അഴിച്ചു വിടണം ചെയ്യുക. എത്ര ആൾക്കാരെ കാപ്പയും ഇതായിട്ട് ഇതാണ്. ഒരു കാരണമില്ലാതെയാണ് ഈ വീടുകളിൽ കയറി അതിക്രമം ഉണ്ടാക്കുന്നത്. കാരനില്ലാണ്ടാ ചേട്ടാ, ഉള്ള കാര്യമല്ല, നമുക്ക് ചെയ്യാൻ പറ്റണ്ടല്ലത്, മനസ്സിലായ? ഒരു കാരനില്ലാണ്ട് സംഭവം ചെയ്തുള്ള, മനസ്സിലായ? ഇത് നിരന്തരം ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചു നോക്കുക. ഞങ്ങൾ അറിയണ അവനെ പറ്റി അറിയണ ഇവിടുത്തെ ആൾക്കാർക്ക്. ഞാൻ വെച്ചാൽ ഇവിടുത്തെ എൻ്റെ വീട് പെരിജന കൊടുങ്ങല്ലൂർ എൻ്റെ വീട്. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട വേണുവിൻ്റെ കുടുംബവുമായി ഇയാൾക്ക് എന്തെങ്കിലും നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഉണ്ടായിട്ടല്ലേ പറഞ്ഞ കേട്ടാ, നിരന്തരം ശല്യമായിരുന്നു ഇവനെ കൊണ്ട്. ആ കുടുംബവുമായിട്ട് ഇയാൾ നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. 3 കേസ് ഇവൻ്റെ പേരിൽ കൊടുത്തോണ്ടെന്ന് ഈ വീട്ടുകാർ. എൻ്റെ വീടും അവരെ വീടും 3 പ്രാവശ്യം സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഫസ്റ്റത്തെ കേസിലാണ് ക്യാമറ വെച്ചത്. പോലീസുകാരുടെ ക്യാമറ, ഈ ഗേറ്റ് ചവിട്ടി പൊളിക്കൽ, പിന്നെ ഈ ഗേറ്റ് ചവിട്ടി പൊളിക്കൽ, ഇതൊക്കെ അതിൻ്റെ പരിപാടി. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ കാരണം കൊണ്ടാണോ ഇയാൾ ഇങ്ങനെ ആക്രമിക്കുന്നത്? ഏത് എന്തെങ്കിലും തർക്കം ഉണ്ടാവുക അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊന്നുമല്ല. ഒരു പ്രശ്നമില്ല ഇവിടെ. എന്നുവെച്ചാൽ ജനലിലൊക്കെ കല്ലെറിയുമായിരുന്നു. ഇതിൻ്റെ മേളിൽ കയറി ജനലിൽ കല്ലെറിയുമായിരുന്നു ലഹരി ഉപയോഗിച്ചിട്ട്. ഈ മതിലിൽ കയറിയിട്ട് രാത്രി ടെറസിൻ്റെ മേളിൽ ഓടി നടക്കുമായിരുന്നു. സിഗരറ്റ് വലിച്ചിട്ട് ഇപ്പുറത്തേക്ക് വലിച്ചിടും, കുറേ എറിഞ്ഞിടുമായിരുന്നു. പിന്നെ അവരുടെ ഗേറ്റ് ചവിട്ടി പൊളിച്ചൊരു കാരണമില്ലാണ്ട്. അങ്ങനെ അത്രയും പ്രശ്നം വന്നപ്പോഴാണ് ഈ കൂട്ടരും ഞങ്ങളും കൂടിയിട്ട് കേസ് കൊടുത്തത്. കേസ് കൊടുത്ത് പെറ്റീഷനിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് വെട്ടിക്കൊല്ലുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പെറ്റീഷനിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. ഈ മരിച്ചുപോയ വിനീഷ പറഞ്ഞ്, സാറേ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒറ്റക്കാണ്, ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ നോക്കണം, ഇവനെ പേടിയാണ്, ഇവ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കേസില്ലെന്നാണ് അവർ പറയണതെന്ന് പറഞ്ഞു. എന്താ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്? അയാൾ നിങ്ങളുടെ വീടിൻ്റെ ടെറസിന് മുകളിലൂടെയൊക്കെ രാത്രിയിൽ സഞ്ചരിക്കാറുണ്ട്. ഇങ്ങനെ ചവിട്ടി കയറും, ഇവിടുന്ന് ചവിട്ടി കയറി ഇങ്ങനെ ഓടി നടക്കും, ഇവിടെ കൊട്ടും. എൻ്റെ ഭാര്യ മാത്രമുള്ള ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ ആ വീട്ടിലെന്ന് വെച്ചാൽ വയസ്സായ അമ്മയും 2 ചെറിയ പിള്ളേരും വയസ്സായ അച്ഛനും. അവൻ ഗൾഫിലായിരുന്നു. ശേഷമാണ് ക്യാമറ അവിടെ വെച്ചത്. പെറ്റീഷനിൽ ഇതെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ് ഞങ്ങൾ ഒറ്റക്കായിരിക്കും, അമ്മയും 2 പെൺകുട്ടികളും ഇതും ഉണ്ടാവുള്ളൂ, പ്രായമുള്ള അച്ഛനും ഉണ്ടാവുള്ളൂ, ചേട്ടൻ ഗൾഫിലേക്ക് പോവും, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാലും അവനകത്തിടണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയി. പോലീസുകാർ ഞങ്ങളെയും അവനെയും വിളിച്ചിട്ട് ഒന്ന് വാണിംഗ് ചെയ്ത് വിട്ടു, അവൻ അത്രേ ഉള്ളൂ. ഇത്രയും നിരന്തര പരാതി വന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ല. പോലീസുകാർ പറഞ്ഞു അവരെ കുറിച്ച് എപ്പോഴും പരാതികളാണ്, എന്ത് ചെയ്യാനിട്ടാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു. അവർ അന്വേഷിച്ചു പോയി, അത്രേ ഉള്ളൂ, അന്വേഷിച്ചു പോയി. അവർക്ക് സമാനമല്ലേ പോലീസുകാർക്ക്? അന്ന് അവനെ പറ്റി ഒരു ഇതെടുക്കാൻ ചിലപ്പോൾ എന്താ ഇപ്പം 3 പോയില്ലേ, ഇനിയിപ്പോൾ അവര് പുഴുങ്ങിത്തിട്ടുണ്ടായിട്ട്, മനസ്സിലായ? 3 പ്രാവശ്യം കേട്ടോ പരാതി കൊടുത്ത, 3 പ്രാവശ്യം, 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം പരാതി കൊടുത്തു. ഇനി പോലീസുകാർക്ക് അറിയാൻ വരാൻ ചോദിക്കുക.